ബിരൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ബിരൽ, ഇപ്പം RV ബാബു അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നതിനപ്പുറം ഒരു സ്വാഭാവികമായ ഒരു ചോദ്യമാണത്. തന്ത്രിയെ പിടികൂടാൻ, അകത്തിടാൻ 45 ദിവസം അഴിക്കുള്ളിൽ അടയ്ക്കാൻ SITക്ക് കഴിഞ്ഞു. PS പ്രശാന്ത് എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? PS പ്രശാന്തിന്റെ കാര്യത്തിൽ ആര്യ, രണ്ട് കാര്യങ്ങൾ അതിലുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, 2019-ലും 2025-ഉം സംബന്ധിച്ച രണ്ട് സാഹചര്യങ്ങൾ ഈ കേസിലുണ്ട്. ഒന്ന്, 2019-ൽ സ്വർണം നഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ 2025-ൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന ഒരു വ്യത്യാസം ഈ കേസിലുണ്ട് എന്നത് പ്രധാനമാണ്. അതിൽ 2019-ലെ തട്ടിപ്പ് മറച്ചുവെക്കാൻ വേണ്ടി 2025-ൽ വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയി എന്നതൊരു വസ്തുതയാണ്. പക്ഷേ 2019-ൽ നേരത്തെ സ്വർണ്ണപ്പാളികളിലുണ്ടായിരുന്ന സ്വർണം ഊറ്റിയെടുക്കുകയാണ് ചെയ്തത്. അത് വേർതിരിച്ചെടുത്ത് അത് തട്ടിയെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ 2025-ൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം 2019-ൽ തൂക്കിയിട്ടുണ്ട്, 2025-ൽ തൂക്കിയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല. അങ്ങനെ ഒരു ചെറിയൊരു കാര്യത്തിൽ മാത്രമാണ് 2019-ലെ ആക്ടും 2025-ലെ ആക്ടും തമ്മിൽ വ്യത്യാസമുള്ളത്. പക്ഷേ ഇതിൽ കൃത്യമായും പറയുന്നുണ്ട്, അതായത് ഫോർജറി, ക്രിമിനൽ കോൺസ്പിറസി അടക്കമുള്ള കാര്യങ്ങൾ, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഈ 2025-ലെ കേസിന്റെയും ഭാഗമായി വരുമെന്ന കാര്യം ഹൈക്കോടതി SIT റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് കേസുകളിൽ നിന്ന് വലിയ വ്യത്യാസം ഇതിനില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഒരാളെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസിയും അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനും തന്നെയാണ്. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിവേചനാധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഹൈക്കോടതിക്ക് കൃത്യമായ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. പക്ഷേ കോടതി ഇവിടെ കൃത്യമായും അന്വേഷണ സംഘത്തിന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതായത് 2025-ലെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ ഉത്തരം ഇന്ന് കോടതിയെ അറിയിക്കണം. ആ ഉത്തരമാണ് അവർ രാവിലെ ഹൈക്കോടതിക്ക് കൈമാറിയത്. SIT റിപ്പോർട്ടിൽ ശശിധരൻ കൈമാറിയ റിപ്പോർട്ടിൽ കൃത്യമായും ആർക്കൊക്കെയാണ് പങ്കാളിത്തം, 2025-ൽ സ്വർണം പൂശാൻ കൊണ്ടുപോയതിന്റെ പിന്നിലെ പ്രവർത്തിച്ചവർ ആരൊക്കെ, ആ 7 പേർ ആരൊക്കെ എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി അറിയിച്ചത്. ആ 7 പേരുടെ പേര് വിവരങ്ങൾ അടക്കമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടം പിടിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയുണ്ട്. അപ്പം ബിനിൽ പറയുന്ന ഒരു കാര്യം, 2019-ൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇവിടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ PS പ്രശാന്തിന്റെ അറസ്റ്റിലേക്ക് SIT നീങ്ങാത്തത്.